ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നതല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. നമുക്ക് ചേർന്ന് ചെല്ലാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നിന്റെ വലിയ മഹത്വത്തിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവനെ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ചുകൊണ്ടും മേലാലവൻ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളാൽക്കാർക്കും വിരോധമായി പാവിച്ചിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമെങ്കിലും യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തിയാക്കണമേ. നാമത്തിന് മഹത്വത്തിനായി ജീവനപഥത്തിൽ മേലാകെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരിലുമുള്ള ദൈവത്തിൻ്റെ കൃപാമഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവികളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. മഹാഇടവദിനത്തിലേക്കുള്ള പ്രത്യേക അപേക്ഷ. കരുണയുള്ള ദൈവമേ, നിന്റെ അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബ് നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിളിയെ താമസം കൂടാതെ അനുസരിച്ച് തൻ്റെ പിതാവിനെയും തനിക്കുള്ള സകലത്തെയും വിട്ട് യേശുവിനെ അനുഗമിച്ചതുപോലെ ഞങ്ങൾ ലൗകികമായ എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് നിന്റെ വിശുദ്ധ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാൻ എപ്പോഴും ഒരുക്കമുള്ളവരാകേണ്ടതിന് കൃപയറണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 56-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. 56-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവരോട് വിടാതെ പൊരുത് എന്നെ നിരക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇടപെടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. ഞാൻ വിളിച്ചുപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും?
ദൈവത്തിന് മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിൽ ഇപ്പോഴും തന്നെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ വല്ലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചതിനാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്ക. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട്, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 193 നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 193-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 193. ദൈവത്തിൻ പൈതലേ, ജീവിതകാലമതിൽ ഓരോരോ ഭാരം വലഞ്ഞിടുമ്പോ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുവേ ആയി കരുതുന്നുണ്ടാവും. ലോകത്തിൻ ചിന്തകളാലും രോഗപീഡകളാലും മറ്റു പ്രയാസങ്ങളാലും മുറ്റും തളർന്നിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുവിന്മേൽ കരുതുന്നു. കർത്താവിനിഷ്ടമാം നിത്യം ജീവിച്ചിടുവാൻ നിൻ പ്രയത്നങ്ങളെപ്പോഴും നിഷ്ഫലമായി വരുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുവിന്മേൽ കരുതുന്നുണ്ടവൻ. നിന്നോടെ പേർക്കിഹലോകെ വന്നു മരിച്ചവനാ യേശുവിൻ
പ്രാർത്ഥിക്കാം. നാൾതോറും ഞങ്ങളെ കൃപയിൽ വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പാടിയതുപോലെ ദൈവമേ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ അനുദിനം ഞങ്ങളെ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പലപ്പോഴും ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെട്ട് പാപികളും ദോഷികളും ദൈവിക കൽപ്പനകളെ എതിർക്കുന്നവരുമൊക്കെയുമായിട്ട് ഞങ്ങൾ തീരാറുണ്ട് കർത്താവേ. എങ്കിലും മഹാപരിശുദ്ധനും നീതിമാനും ക്ഷമിക്കുന്നവനുമായ ദൈവം ഞങ്ങളുടെ സകല പാപങ്ങളെയും കഴുകി കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിലും ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നിർമ്മലീകരിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ വചനത്തെ അയച്ചു തരണം. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ, രൂപാന്തരം പ്രാപിപ്പാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവിനെ നിറവുകൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മഹായിടവക ദിനമായിട്ട് വേർതിരിക്കുന്ന ദിവസം ദൈവത്തെ, ഈ മഹായിടവകയുടെ അംഗങ്ങളാകുന്ന നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ലഭിക്കുന്ന അവസരമായിട്ടും കൂടെ ഈ ആരാധനയിൽ ഭാഗമായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. മഹായിടവകയുടെ രൂപീകരണ ദിനമാണ് നാം മഹായിടവ ദിനമായിട്ട് ആചരിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ നാളിൽ, ജൂലൈ മാസം 25-ാം തീയതി വിശുദ്ധ യാക്കോബിൻ്റെ നാളിലാണ് ഈ മഹായിടവകയുടെ രൂപീകരണം എന്നുള്ളത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യവും സവിശേഷതയും വളരെ നൽകുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ നിശബ്ദനായിരുന്ന എന്നാൽ ശക്തമായി പ്രവർത്തിച്ച ഒരു ശിഷ്യന്മാരിലൊരു വ്യക്തിയാണ് വിശുദ്ധ യാക്കോബ് എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ മരണം പോലും നമുക്കറിയാം, രക്തസാക്ഷിയായി തീർന്ന ഒരു ശിഷ്യൻ. അതേപോലെ തന്നെ കർത്താവിൻ്റെ അടുക്കൽ, യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് യാക്കോബും യോഹന്നാൻ്റെയും അമ്മ ചെന്ന് ഒരു പ്രത്യേക അപേക്ഷ കഴിക്കുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വേദഭാഗത്ത്. കർത്താവെ, നിൻ്റെ മഹത്വത്തിൽ നിൻ്റെ ഇടത്തും വലത്തുമായിട്ടിരിപ്പാൻ എൻ്റെ 2 മക്കൾക്കും അവകാശം കൊടുക്കണമെന്ന് ചോദിക്കുന്ന ഒരമ്മ. ആ അമ്മയോട് യേശു കർത്താവ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന കഷ്ടപ്പാടുകൾ ഏൽക്കുവാനും കുരിശ് ഏൽക്കുവാനും പ്രാപ്തരാകുന്നവർക്ക് മാത്രമാണ് അതിനുള്ള അവകാശം എന്ന് കർത്താവ് പറഞ്ഞയക്കുന്നു. ആ സമയത്ത് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ പിൽക്കാലം തെളിയിച്ചത് ആ യേശു കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ ഭാഗമായി തീരുന്ന ആ 2 ശിഷ്യന്മാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ വിശുദ്ധ യാക്കോബിൻ്റെ നാളിൽ രൂപീകൃതമായ ഈ മഹായിടവക, ഇത് ഒരിക്കലും ഒരു സേഫ് സോണിൽ ജീവിക്കുന്ന വിശ്വാസ സമൂഹത്താൽ നിറയപ്പെട്ട ഒരു സഭയല്ല. മറിച്ച് കഷ്ടതകളും യാതനകളും കുരിശും കയ്പ് നീരിൻ്റെ അനുഭവങ്ങളുമൊക്കെ രുചിച്ച, അതിലുപരി അത്തരം അനുഭവങ്ങളിൽ ദൈവസ്നേഹം അറിഞ്ഞ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ മഹായിടവക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മഹായിടവക ദിനത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു ദൗത്യത്തിൻ്റെ അനുഭവം ഏറ്റെടുക്കുവാൻ, അത്തരത്തിലുള്ള ഒരു ക്രൂശിൻ്റെ അനുഭവത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ഈ സഭയുടെ വിശ്വാസ സമൂഹമാകും നമുക്ക് ഇടയായി തീരണം. ഈ പ്രത്യേക ദിനത്തിൽ മഹായിടവകയുടെ ആശംസകളും അതുപോലെ തന്നെ മഹായിടവക ദിനത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം തുടർന്നും ഈ മഹായിടവകയുടെ ഭാഗമായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആരംഭമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈ ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ ഉള്ള
ഓരോ ഞായറാഴ്ചകളും നാം ചിന്തിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ പഠനങ്ങൾ. ദൈവജനത്തെക്കുറിച്ച് പഠിക്കുന്നു, ഇന്ന് പട്ടത്ത ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുന്നു, അടുത്തയാഴ്ച അൽമായരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് ഗായക സംഘം, അങ്ങനെ ഓരോ സഭയുടെ തിയോളജി, ദൈവശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. എന്താണ് സഭയുടെ ഓരോ വിഷയത്തോടുമുള്ള സഭയുടെ പ്രതികരണം എന്താണ്, സഭയുടെ നിലപാടുകൾ എന്താണ്, സഭയുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അതിലുള്ള സഭയുടെ തിയോളജി എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ സഭയുടെ അംഗമായി ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സഭയുടെ ഓരോ വിഷയത്തോടുമുള്ള എന്താണ്, അതിനോടുള്ള സഭയുടെ നിലപാട് എന്താണെന്നുള്ളത് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം സ്നാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവിൻ്റെ താഴത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇന്ന് സഭ പട്ടത്ത ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുവാൻ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തന്നെ പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളം എന്നുള്ളത്. ഓർഡൈൻഡ് മിനിസ്ട്രി മാർക്ക്ഡ് ബൈ ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത്. മാർക്ക്ഡ് ബൈ ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ അടയാളം. 4 വേദഭാഗങ്ങളാണ് അതിനോട് ചേർത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പഴയ നിയമ വേദഭാഗത്ത് നിന്ന് 1 ശമൂവേൽ 22-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 23 വരെയുള്ള വാക്യം. അതുപോലെ തന്നെ ഇന്ന് വായിച്ച 56-ാം സങ്കീർത്തനം, ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളും, മർക്കോസിൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. അതിൽ 1 ശമൂവേൽ 22-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എൻ്റെ അടുക്കൽ പാർക്കാം, ഭയപ്പെടേണ്ട, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓർഡൈൻഡ് മിനിസ്ട്രി, പട്ടത്ത ശുശ്രൂഷ അല്ലെങ്കിൽ അഭിഷിക്തത അർത്ഥമാക്കുന്നത് ഇറ്റ്സ് എൻ ഓതറൈസ്ഡ് ടു ഫങ്ഷൻ ഇൻ എ മിനിസ്റ്റീരിയൽ കപ്പാസിറ്റി എന്നുള്ളത്. ദൗത്യ കാര്യനിർവഹണത്തിന് ഉള്ള ഒരു അതോറിറ്റി ആണ് അഭിഷിക്തത അല്ലെങ്കിൽ ഓർഡൈൻഡ് എന്ന പദം അർത്ഥമാക്കുന്നത്. കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭകളും പൗരസ്ത്യ സഭയും പ്രീസ്റ്റ് എന്ന വാക്കാണ് പട്ടത്വത്തിന് ഉപയോഗിക്കുന്നത്. പ്രീസ്റ്റ്, വൈദികൻ. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് സഭകളായ CSI സഭ ഉൾപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകൾ പ്രസ്ബിറ്റർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പ്രസ്ബിറ്റർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പ്രസ്ബിറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എൽഡർ എന്നുള്ള, മൂപ്പൻ എന്നുള്ളത്. ആ ഒരു കോൺഗ്രിഗേഷനിൽ അല്ലെങ്കിൽ ഉൾപ്പെടെ സഭയിലെ മൂപ്പൻ എന്ന അർത്ഥമാണ് അതിന് നൽകിയിട്ടുള്ളത്. ഈ പ്രീസ്റ്റ് എന്ന വാക്കിനും പ്രസ്ബിറ്റർ എന്ന വാക്കിനും ഏകദേശം അതിൻ്റെ ഫങ്ഷൻസ് ഒന്നാണെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷനിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രസ്ബിറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സഭയുടെ കൗതാശികമായ കാര്യനിർവഹണം മാത്രമല്ല നിർവഹിക്കുന്നത്, മറിച്ച് ആ സഭയുടെ എല്ലാ ദൗത്യങ്ങളും, അതൊരു അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ദൗത്യ കാര്യനിർവഹണം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പ്രസ്ബിറ്റർ എന്ന വാക്കിനെ നിർണയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ എന്താണ് നമ്മുടെ പട്ടത്വത്തെക്കുറിച്ചുള്ള നമ്മളുടെ നിലപാട് എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എങ്കിലും പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ നിയോഗമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു പക്ഷേ നമുക്ക് തോന്നാം, എന്തിനാണ് ഇന്നത്തെ ദിവസം വന്ന് നാം ഈ പട്ടത്ത ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുന്നു? ഓർക്കണം, പട്ടക്കാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം അല്ല. ഒരു വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ സഭ തിരഞ്ഞെടുത്ത ദൈവത്താൽ വിളിക്കപ്പെട്ട് സഭയുടെ അംഗീകാരത്തോടുകൂടി ബിഷപ്പ് അഭിഷിക്ത നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി നമ്മിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരു ശുശ്രൂഷയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിലൂടെ സഭ അർത്ഥമാക്കുന്നത്.
അപ്പോൾ പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ നിയോഗം. അപ്പോൾ നിർബന്ധത്തോടെ പ്രവേശിക്കാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇത് വേർതിരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് പട്ടത്ത ശുശ്രൂഷ എന്ന് നാം ആദ്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ വിശാലമായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായി അർപ്പിച്ച് ഒരു ജീവിതാനുഭവമാണ് ഒരു പട്ടക്കാരൻ്റേത് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു പട്ടക്കാരൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിനു വേണ്ടി ദൈവം മുൻപിൽ നിൽക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി ജനത്തെ നയിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഒരു പട്ടക്കാരൻ നിക്ഷിപ്തമായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ജനത്തിനു വേണ്ടി ദൈവം മുൻപിൽ നിൽക്കുവാനും ദൈവത്തിനു വേണ്ടി ജനത്തെ നയിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ജനത്തെ നയിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് ഒരു പട്ടക്കാരനിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ ഏതൊരു മതത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പട്ടക്കാരൻ്റെ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പട്ടക്കാരൻ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്ന മതത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൗരോഹിത്യത്തെ ജീവനുള്ള അനുഭവമാക്കി ചലനാത്മകമാക്കി മുൻപോട്ട് നയിക്കുക എന്ന ഒരു ഏറ്റവും വലിയ ലക്ഷ്യമാണ് സഭ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചിന്തയുണ്ട്, അങ്ങനെ പ്രത്യേകമായിട്ട് അഭിഷിക്തതയുള്ളവർക്ക് മാത്രമാണ് പട്ടത്ത ധർമ്മം പാലിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ അവിടെ അല്പം വിഭിന്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:9 പറയുന്നു, സകല വിശ്വാസികളെയും രാജകീയ പുരോഹിത വർഗമായിട്ടും വിശുദ്ധ വംശമായിട്ടും സ്വന്തം ജനമായിട്ടും ഒക്കെ അവിടെ വേർതിരിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുക. അതായത് എല്ലാ വ്യക്തികളിലും എല്ലാ വിശ്വാസികളിലും ഒരു പട്ടത്ത ധർമ്മമുണ്ട്, ഒരു പുരോഹിത ധർമ്മമുണ്ട്. ഒരു പട്ടത്തമല്ല, ഒരു പുരോഹിത ധർമ്മമുണ്ട്. ആ പുരോഹിത ധർമ്മം പാലിക്കുവാനായിട്ട് എല്ലാ വിശ്വാസ സമൂഹവും കടപ്പെട്ടവരാണ്, നാം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് നമ്മൾ മറക്കരുത്. എന്നാൽ അതിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തെ അഭിഷിക്തത നൽകി അവരെ ആ കൗതാശപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പുരോഹിതനും മഹാപുരോഹിതനെന്ന് പറഞ്ഞാൽ അൾത്താരയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ ദർശിക്കുന്ന ഒരു അനുഭവമാക്കി നമ്മുടെ ശുശ്രൂഷകളെ മാറ്റുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു പട്ടത്ത ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അജപാലനം, ഷെപ്പേഡിങ് എന്ന് വേണമെങ്കിൽ പറയാം, അജപാലനം എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു കേട്ട വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു അജപാലന ശുശ്രൂഷയെക്കുറിച്ചാണ്. അവിടെ നമ്മൾ കാണും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വേദഭാഗം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 3-ാമത്തെ പ്രാവശ്യമുള്ള പ്രത്യക്ഷതയാണ് ശിഷ്യന്മാർക്ക് ഇവിടെ ലഭിക്കുന്നത്. അത് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയായിരുന്നു. അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചേർന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതിന് ശേഷം യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു കർത്താവ് ആദ്യം ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമത് ചോദിക്കുന്നു. അങ്ങനെ ആദ്യം ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടിക്ക് യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് അവൻ്റെ റെസ്പോൺസിബിലിറ്റി അല്പം കൂടെ ഒന്ന് ഗ്രേഡ് കൂട്ടിക്കൊടുക്കുക. ആദ്യം അവൻ്റെ പറഞ്ഞത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനാണ്. രണ്ടാമത് യേശു കർത്താവ് സ്നേഹം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ യേശു കർത്താവ് റെസ്പോൺസ് അല്പം കൂടി ഒന്ന് ഹൈഗ്രേഡ് ചെയ്യാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ പറയുന്നത് എൻ്റെ ആടുകളെ പാലിക്കുക എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് വീണ്ടും യേശു കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസിന് മറുപടി കേട്ട യേശു കർത്താവ് അവന് ഒരു അല്പം അതിലും ഉയർന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടെ, എൻ്റെ കുഞ്ഞാട്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അവിടെ നൽകുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ യേശു കർത്താവിനോടുള്ള പത്രോസിൻ്റെ ആ അഗാധമായ സ്നേഹം പ്രകടനം, അവന് നിഷിദ്ധമാകുന്ന കർത്തവ്യം, ഉത്തരവാദിത്വം, അത്
കൂടുതൽ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ, ഒരു പട്ടക്കാരൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് അജഗണങ്ങളെ പാലിക്കുക എന്ന ഒരു ഉത്തരവാദിത്വമാണ്. പത്രോസിനെ സംബന്ധിച്ച് പത്രോസിനോട് ലഭിക്കുന്ന ഉത്തരവാദിത്വം ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നുള്ള ഒരു മടങ്ങിവരവായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. കാരണം പത്രോസ് യേശു കർത്താവിനുള്ള സ്നേഹം അഗാധമായിട്ട് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. എവിടെയൊക്കെ വെച്ചാൽ ഗത്സമനയുടെ അനുഭവത്തിൽ യേശു കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നപ്പോൾ പടയാളിയുടെ കാതറുത്ത് യേശു കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തി. അതുപോലെ തന്നെ യേശു കർത്താവ് പത്രോസിൻ്റെ കാൽ കഴുകുവാൻ തുടങ്ങിയപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് അരുത് കർത്താവേ എന്ന് വരെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം പത്രോസിന് യേശു കർത്താവിന് ഔന്നിത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പത്രോസോടെ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണും. പക്ഷേ പത്രോസിന് സംഭവിച്ച പിഴവെന്തായിരുന്നു? അവൻ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരു തെറ്റിൽ നിന്നുള്ള ഒരു മടങ്ങിവരവായിട്ട് നമുക്കിവിടെ പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ 3 പ്രാവശ്യവും യേശു കർത്താവ് അവനോട് ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യവും പത്രോസ്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കാം. അപ്പോൾ ആ യേശു കർത്താവിനോടുള്ള അവൻ്റെ അധികമായ സ്നേഹം, ഒരു സുവിശേഷീകരണത്തിനായുള്ള ഒരു ദൗത്യം പത്രോസിനെ പരമേൽപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും യേശു കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് അവൻ്റെ ദൗത്യത്തിനായിട്ട്. എന്നാൽ എങ്ങനെ നിയോഗിക്കുന്നു, എവിടെ നിയോഗിക്കുന്നു, എപ്പോൾ നിയോഗിക്കുന്നു, അതൊക്കെ നമ്മെ നിയോഗിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിയോഗിക്കുന്ന കർത്താവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പട്ടത്ത ശുശ്രൂഷയിൽ പലപ്പോഴും പല തട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ചിലർക്ക് ഒരു സഭയുടെ ഉത്തരവാദിത്വമായിരിക്കാം നൽകുന്നത്, ചിലർക്ക് ഒരുപക്ഷെ ചില സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുന്ന ഉത്തരവാദിത്വമാകാം. ചിലർക്ക് ഒരുപക്ഷെ ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുന്ന അനുഭവങ്ങൾ. അപ്പോൾ ദൗത്യം എന്ന് പറയുന്നത് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. പക്ഷേ അതിലൂടെയൊക്കെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവും ധർമ്മവും എന്ന് പറയുന്നത് ഒന്നാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൗത്യം നിർണ്ണയിക്കുന്നത് ക്രിസ്തുവാണ് എന്നത് നാം മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ആയിരിക്കുന്ന ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു പട്ടക്കാരനെ ആ ദൗത്യ നിർവഹണത്തിന് സഹായിക്കേണ്ടതും ഒരുക്കേണ്ടതും അല്ലെങ്കിൽ അതിനുവേണ്ട പിന്തുണ നൽകേണ്ടതും ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകുന്നത്. അപ്പോൾ ഒരു പുരോഹിത നിഷിദ്ധമായിരിക്കുന്ന ഒരു കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അത് ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണയും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രം സാധ്യമായി തീരുന്ന ഒരു അനുഭവമാണ്. അവിടെ ഒരു പുരോഹിതനോട് എതിരിട്ടുകൊണ്ട് ഒരു പുരോഹിതനുമായിട്ട് അവിടെ മല്ലുപിടിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ആ പുരോഹിതൻ്റെ ധർമ്മം പാലിക്കുവാൻ അദ്ദേഹത്തെ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ഒരുപക്ഷെ കായികമായ ചില സപ്പോർട്ടുകൾ അല്ലെങ്കിൽ പിൻബലത്തോടു കൂടിയൊക്കെ അവർക്ക് നൽകിക്കൊടുക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണയും ആ ദൗത്യ നിർവഹണത്തിൽ ഏറെ സഹായകരമാണ് എന്നുള്ളത് മറന്നു പോകരുത്. രണ്ടാമതായിട്ട്, ക്രൂശിൽ പ്രശംസിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുക. ക്രൂശിൽ പ്രശംസിക്കുന്ന പൗരോഹിത്യം, അതായത് ക്രൂശിൻ്റെ വേദനകളെ ഏറ്റെടുക്കുന്നതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് യേശു കർത്താവ് നിർവഹിച്ച ശുശ്രൂഷയുടെ തുടർച്ച തന്നെയാണ്. അതൊരു പ്രത്യേകമായൊരു ശുശ്രൂഷയല്ല. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ശുശ്രൂഷയല്ല, മറിച്ച് യേശു കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയുടെ തുടർച്ചയാണ് പുരോഹിത ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ എല്ലാ മഹത്വങ്ങളും അനുഗ്രഹവും വിശുദ്ധിയും ഈ പട്ടത്ത ശുശ്രൂഷയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയെക്കുറിച്ച് പൗലോസ് അവിടെ ഗലാത്യ സഭയോട് പറയുകയാണ്. അതായത് ഏതൊരു ക്രിസ്തു വിശ്വാസിയുടെയും ഒരു ക്രിസ്തീയ അനുഭവം എന്ന് പറയുന്നത്
ക്രൂശ് നിമിത്തമുണ്ടാവുന്ന എല്ലാ ഉപദ്രവവും സഹിക്കുന്ന ഒരു മനോഭാവം. പലപ്പോഴും ഞാനും നിങ്ങളും എപ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ പറയുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴും സുരക്ഷിതമായ ഇടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എനിക്കും നിങ്ങൾക്കും ത്യാഗമോ വേദനകളോ അതുപോലെ തന്നെ ഉപദ്രവങ്ങളോ ഒന്നും സഹിക്കുന്നതോ അനുഭവിക്കുന്നതോ ഒന്നും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഒരു പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ആ ഉപദ്രവവും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഏറ്റുവാങ്ങേണ്ടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടേതായ ത്യാഗങ്ങളുണ്ട്, ഈ ശുശ്രൂഷയുടേതായ വേദനകളുമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് പൗലോസ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് ഇടവരരുത് എന്ന് പറയുക. അതായത് എനിക്ക് ഈ ശുശ്രൂഷ നൽകുന്ന ഒരുപക്ഷെ സ്ഥാനങ്ങളോ മാനങ്ങളോ അല്ലെങ്കിൽ ലഭിക്കുന്ന ഉയർച്ചകളോ അല്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ആകർഷിക്കുന്ന ഇടയായിത്തീരുന്നത്. മറിച്ച് ഈ ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ, യേശു ക്രിസ്തുവിലാണ് എനിക്ക് ലഭിക്കുന്ന ഓരോ പരിഗണനകളും അത് കർത്താവിന് ലഭിക്കുന്ന പരിഗണനകളായിട്ട് മാറി അതിനെ ആ ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കണം എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അപ്പോൾ ഒരു പട്ടത്തെ ശുശ്രൂഷ, ഒരു ഓർഡൈൻഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് അതിന്നും ദൈവവിശ്വാസത്തോടും ദൈവാശ്രയത്തോടും ദൈവഭയത്തോടും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഒരിക്കലും സ്വയം പ്രശംസയ്ക്കായിട്ട് ഈ ശുശ്രൂഷയെ കാണരുത് എന്നുള്ളതും ഈ പട്ടത്ത ശുശ്രൂഷയുടെ ധർമ്മത്തോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവനാമത്തിൽ സഹിക്കേണ്ടി വന്ന യാതനകൾ ദിദിമോസ് എന്ന തോമസ് അപ്പോസ്തലനെ ഒരു വലിയ മിഷണറിയാക്കി, അല്ലെങ്കിൽ അനേക ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാനം പാകുവാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിലെ ത്യാഗങ്ങളും വേദനകളും അത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ക്രിസ്തുവിനെ അറിയുന്നതിന് അല്ലെങ്കിൽ രൂപീകരണത്തിൻ്റെ ഭാഗമായി തീരണം എന്നുള്ളത് നാം ഓർക്കുവാൻ സാധിക്കണം. അതായത് നാം ദർശിക്കുന്ന ഓരോ വേദനകളുടെയും യാതനകളുടെയും അനുഭവത്തിലെ ആ ക്രിസ്തുവിൻ്റെ മുഖം അത് നമ്മളെ അനേകരെ വിശ്വാസത്തിലേക്ക് ആദായപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അനേക വിശ്വാസ വീരന്മാരെ നമുക്ക് വേദപുസ്തകത്തിലും ചരിത്രത്തിലും കാണുവാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ ജീവിതത്തിലെ അവരുടെ ത്യാഗങ്ങൾ, വേദനകൾ അത് അനേകരെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പൗരോഹിത്യത്തിൻ്റെ അനുഭവങ്ങളിലും ഒരു ക്രൂശിൻ്റെ വേദനകൾ, ക്രൂശിൻ്റെ ത്യാഗം അതൊക്കെയുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഏതൊരു ക്രൂശ് നമുക്ക് നൽകുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വേദനയുണ്ട്, യാതനയുണ്ട്. കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അനുഭവിച്ചതെല്ലാം ഒരു ക്രൂശിൻ്റെ അനുഭവങ്ങളാണ്. അവിടെ ചാട്ടവാറടി ഏറ്റിട്ടുണ്ട്, നിന്നയേറ്റിട്ടുണ്ട്, അനേകരുടെ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടെ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കരുവാക്കപ്പെട്ട അനുഭവങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ കാൽവരി ക്രൂശിൽ നാം കാണുന്ന ചില അനുഭവങ്ങൾ. ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു പുരോഹിതൻ്റെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവജനത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു പുരോഹിതനെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളുടെ ഇടയിൽ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 185 വർഷം പിന്നിടുന്ന ഈ സഭയ്ക്ക് നാളിന്ന് വരെ ഈ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷ നിർവഹിച്ച് ത്യാഗപൂർവമായ ശുശ്രൂഷ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരുപക്ഷെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്തും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന മിഷണറിമാരുണ്ട്, വിദേശ പുരോഹിതന്മാരുണ്ട്, സ്വദേശ പുരോഹിതന്മാരുണ്ട്, അനേകർ മൺമറഞ്ഞു പോയവരുണ്ട്, നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടവരുണ്ട്, ചിലരൊക്കെ ഇന്ന് വിശ്രമ ജീവിതത്തിലായിരിക്കുന്നവരുണ്ട്, ഇന്ന് സജീവ സേവനങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികൾ കൊണ്ട് നമ്മളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തവരുടെ ത്യാഗപൂർവമായ അനുഭവങ്ങളെ പലപ്പോഴും കാണുവാനോ അതിനെ അംഗീകരിക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇടയിൽ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പട്ടത്തെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരുപക്ഷെ നാം കാണുന്ന ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ലൈഫ് മാത്രമല്ല, ഒരു ജീവിതം മാത്രമല്ല. അതിന് പിന്നിൽ ഒരു ത്യാഗമുണ്ട്, അതിന് പിന്നിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ട്, അതിന് പിന്നിൽ ഒരുപാട് വേദനകളുണ്ട്. ഒരുപക്ഷെ ഒരു പട്ടക്കാരന് വേണ്ടി അവൻ്റെ കുടുംബം
അനുഭവിക്കുന്ന ത്യാഗങ്ങളാകാം ഒരു പട്ടക്കാരൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പട്ടക്കാരൻ്റെ പട്ടത്ത് ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ത്യാഗമാകാം, വേദനയാകാം ഒരു സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നിതാന്തമായി ഭവിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുടുംബം ആ ഒരു പിന്തുണ ഒരു പട്ടക്കാരന് നൽകേണ്ടത് ഒരു ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും പിന്തുണയിലൂടെ ആയിരിക്കണം എന്നുള്ളത് മറന്നു പോകുന്നത്. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടത്ത ശുശ്രൂഷയിൽ ക്രൂശിൻ്റെതായ മഹത്വം അനുഭവിക്കുവാനായിട്ട്, ക്രൂശിൻ്റെതായ വേദനകളും ഭാരങ്ങളും ഒക്കെ ആ ക്രൂശിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു പട്ടക്കാരനെ കാണുവാൻ സഭയ്ക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, പട്ടത്ത ശുശ്രൂഷയിലെ ദൈവികതയെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പട്ടത്ത ശുശ്രൂഷയിലെ ദൈവികതയെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് പഴയ നിയമ വേദഭാഗമായിട്ട് നമുക്ക് വായിക്കുന്ന 1 ശമൂവേൽ 22-ാം അധ്യായം അതിൽ 12 മുതൽ 23 വരെയുള്ള വേദഭാഗം നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ശൗൽ രാജാവിനെ പേടിച്ച് സഞ്ചരിക്കുന്ന ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതായത് നമുക്കറിയാം, ശൗൽ രാജാവിന് ദാവീദ് രാജാവ് അല്ലെങ്കിൽ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയോട് ഉണ്ടായ കടുത്ത അമർഷം, അത് അതിൻ്റെതായ ഉച്ചസ്ഥായി നിൽക്കുന്ന ഒരു സമയത്ത് വേദഭാഗമായിരുന്നു. അവിടെ ദാവീദിന് വേണ്ട പിന്തുണ നൽകി, അല്ലെങ്കിൽ ദാവീദിനെ ശൗൽ രാജാവിൻ്റെ അടുക്കൽ നിന്നും സംരക്ഷിച്ച് നിർത്തി എന്ന കാരണത്താൽ അഹിമലേക്ക് പുരോഹിതനെതിരെ, അല്ലെങ്കിൽ ആ പുരോഹിതനെയും പുരോഹിതൻ്റെ കുടുംബത്തെയും കൊന്നൊടുക്കുവാൻ ഉള്ള തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുന്ന, രാജകൽപ്പനയായിട്ട് നടപ്പിലാക്കുന്ന ഒരു ശൗൽ രാജാവിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ രാജാവിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇതിൻ്റെ 17-ാം വാക്യത്തിൽ രാജാവിൻ്റെ ഉത്തരവ് വന്നു, പക്ഷേ അത് ഏറ്റെടുക്കുവാൻ മടിക്കുന്ന രാജഭൃത്യന്മാരെ നമുക്കവിടെ കാണുവാൻ സാധിക്കുക. കാരണം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുവാനായിട്ട് ഭൃത്യന്മാർ തുനിഞ്ഞില്ല എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പുരോഹിതന്മാരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകരുത്. പ്രാചീന കാലം മുതലേ ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി, ഒരുപക്ഷെ ആത്മീയമായിട്ട് ഇന്ന് അൽമായ സമൂഹവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠിപ്പിക്കലുകളും ദൈവശാസ്ത്ര വീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ലഭ്യമായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒരു പുരോഹിതൻ ഇന്ന് ഒരു ബാധ്യതയായി മാറുന്ന ഒരു ചിന്താഗതിയിലേക്ക്, അല്ലെങ്കിൽ പുരോഹിത ധർമ്മം എന്നാൽ കൗതാശയപരമായ കുറേ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുവാനുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു നിലയിലേക്ക് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ന് ഇടുങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു പുരോഹിതനെ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഒരു പട്ടക്കാരനെ ഏത് രീതിയിലും ആക്ഷേപിക്കുകയും ഏത് രീതിയിലും അവരെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യാം എന്ന ഒരു മനോഭാവത്തിലേക്ക് ഇന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ മനോഭാവം മാറുന്നതും ഒരു അപകടകരമായ ഒരു കാഴ്ചയായിട്ട് കാണണം. കാരണം ഓർക്കുക, ഈ വേദഭാഗവും അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഓർക്കണം, ദാവീദ് രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ശൗലും തൻ്റെ ഭൃത്യന്മാർ ഗുഹയിലായിരിക്കുന്ന അനുഭവത്തിൽ കിടന്നുറങ്ങുമ്പോൾ ആ തനിക്കെതിരെ ദ്രോഹം ചെയ്ത് ശൗലിനെ കൊല്ലുവാനായിട്ടുള്ള സുവർണ അവസരം ലഭിച്ചിട്ടും ദാവീദ് അത് ചെയ്യാതെ വന്നപ്പോൾ അവൻ്റെ കൂടെയുള്ളവർ അവനെ നിർബന്ധിക്കുകയാണ് ആ രാജാവിനെ കൊന്നുകളയുവാൻ. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, അരുത്, യഹോവയുടെ അഭിഷിക്തന് മേൽ കൈവെക്കുവാൻ എനിക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പട്ടത്ത ശുശ്രൂഷയുടെ മഹത്വവും അതിൻ്റെ വിശുദ്ധിയും എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ദൈവനിയോഗപ്രകാരം അഭിഷേകം ചെയ്യപ്പെടുന്ന പുരോഹിതന്മാരിലെ ദൈവശക്തിയും അധികാരവും അത് തുച്ഛീകരിക്കുവാനായിട്ട് പാടില്ല. ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിലുടനീളം അത് പ്രവൃത്തിയിലൂടെയും ഉദാത്തമായ അനുഭവമായി സഭയും സമൂഹവും അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു പട്ടക്കാരനിലെ ദൈവികത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് ആ വിശ്വാസ സമൂഹം അവർക്ക് ഒരുക്കി നൽകുന്ന ഒരു നല്ല അന്തരീക്ഷം, ആ ദൈവികതയുടെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷമാണ് ഒരു പട്ടക്കാരനിലൂടെ ഒരു സഭയ്ക്ക് ആ ദൈവികത അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പലപ്പോഴും സഭ എന്ന് പറയുന്നത് മത്സരത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമുള്ള വേദികളായി മാറുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒക്കെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട് പുരോഹിതൻ
കൂടുതലായിട്ട് അമിതമായി ശ്രദ്ധ ചെലുത്തുമ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ദർശിക്കുവാനോ അനുഭവിക്കുവാനോ ഒരു സഭയ്ക്ക് സാധ്യമല്ലാതെ പോകുന്ന അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പട്ടക്കാരൻ്റെ ഇനിഷ്യേറ്റീവ് മാത്രമല്ല ഒരു പട്ടത്ത ശുശ്രൂഷയുടെ പൂർണ്ണതയും വിജയവും എന്ന് പറയുന്നത്, മറിച്ച് ഒരു വിശ്വാസ സമൂഹവും ഒരു പട്ടക്കാരനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പേഷൻ ആൻഡ് കോപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയും, ഒരു പങ്കാളിത്തവും ഒരു സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ പൂർണ്ണതയോടെ അത് ചെയ്യുവാൻ നിർവഹിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു കേന്ദ്രീകൃതമാണ് സഭ എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകുന്നത്. അപ്പോൾ ഒരു ദൈവരാജ്യ വ്യാപനമാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. പട്ടത്ത ശുശ്രൂഷ അതിനുള്ള ഒരു മുഖാന്തരമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാൻ ക്രിസ്തുവിൻ്റെ ശക്തിയും അത്ഭുതമാർന്ന നടത്തിപ്പും നമുക്ക് ഇന്ന് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു ശക്തി പകർന്നുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് അത് പ്രാർത്ഥനയിലൂടെയും പിൻബലത്തിലൂടെയും ചേർന്ന് ഒരു പട്ടക്കാരനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു ദൈവാനുഭവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും അതിന് മറ്റൊരു വശമുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുവെങ്കിലും ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു പട്ടക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത് ക്രിസ്തു കേന്ദ്രീകൃതമായ സഭയാണ്, ഈ സഭയെ ആ ദൈവരാജ്യ വ്യാപനത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മുടെ ധർമ്മങ്ങളെ നിവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു സഭയുടെ വളർച്ചയും ഒരു സഭയുടെ ദൗത്യ നിർവഹണവും പൂർത്തീകരിക്കപ്പെടുന്നത്. അതിന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിത്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതെയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകർക്കും പിതാവിൽ നിയമിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പൊന്തിയോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവനന്തപുരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി ഭാഗത്തിരിക്കുന്നു. മനുഷ്യരുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ ബോധത്തോടെ വീണ്ടും വരും. അവസാനമാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് ബോധപ്പെടുന്നവനും പ്രവാചകരെ പ്രപറയിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആധുനികമായ ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള വ്യത്യാസം അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുദ്ധാനത്തിലും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമ്മുടെ മനസ്സുകളെ നമുക്ക് ഏകാഗ്രമാക്കാം. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്തകളും ആകുലതകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഏറ്റവും ശാന്തതയോടെ കർത്താവെ, ഞങ്ങളെ കേൾക്കണമേ, ഞങ്ങളുടെ യാചനകളെ കേൾക്കണമേ, ഞങ്ങളുടെ കണ്ണുനീരിനെ കാണണമേ, ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കർത്താവെ അവിടുന്ന് കേൾക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവം നമ്മെ അതിശയകരമായി നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യാം. രോഗാതുരമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യാം. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഒക്കെ നാം അനുഭവിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
എന്നാൽ പലപ്പോഴും നാം ദൈവത്തെ മറന്ന് ജീവിച്ച സാഹചര്യങ്ങളുണ്ട്. ആ കുറവുകളൊക്കെ കർത്താവേ ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, സഭയോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന നാളുകൾ വിശ്വസ്തയോടും പൂർണ്ണമായ വിനയത്തോടും സമർപ്പണത്തോടും പുതുദർശനത്തോടും ജീവിക്കുമെന്നുള്ള വലിയ നിശ്ചയത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പല ഇടവകങ്ങളും കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ട്. ദൈവത്തിന് ധാരാളമായ കൃപ അവരുടെ മേലൊക്കെ വ്യാപരിപ്പാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേകർക്ക് സൗഖ്യം പ്രാപിപ്പാനിടയായി. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകരെ ജീവിതത്തിൻ്റെതായ പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുള്ളവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ചികിത്സിപ്പാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവർ, സഹായിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകൾ അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെയൊക്കെ പ്രയാസത്താൽ അനേക കുടുംബങ്ങൾ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അനേക കുഞ്ഞുങ്ങൾ പഠനത്തിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബിസിനസ്സിൻ്റെ പല മേഖലകളും കർത്താവെ തകർച്ചയുടെയും അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. കർത്താവെ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കർത്താവെ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യൗവനക്കാരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരാരും കർത്താവെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാനിടയാകരുത്, ദൈവത്തെ മറന്ന് ജീവിപ്പാനിടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയെ ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പലവിധമായ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകൾ പിറന്നാൾ ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മഹായിടവയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹായിടവ ദിനമായിട്ടൊക്കെ കർത്താവെ ദിവസങ്ങളെ വേർതിരിക്കുമ്പോൾ നിങ്ങളുടെ മഹായിടവയെ ജയോത്സവത്തോടെ കഴിഞ്ഞ നാളുകൾ നടത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ട് കർത്താവെ ദീർഘനാളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കർത്താവെ മധ്യയിലുള്ള മഹായിടവ രൂപപ്പെടുവാനും അതിൻ്റെ ശുശ്രൂഷകളെ ഇന്നും കർത്താവെ ദൈവകൃപയോടെ ദൈവ അനുഗ്രഹത്തോടെ നടത്തപ്പെടുവാനും ഒക്കെ ഇടയാകുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാലാകാലങ്ങളിൽ കർത്താവെ സഭയ്ക്ക് നേതൃത്വം നൽകിയവരെയെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. മധ്യകാല മഹായിടവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും, ആതുര സേവന ശുശ്രൂഷ രംഗങ്ങളെയും, മിഷൻ വയലുകളെയും, എല്ലാ പട്ടക്കാരെയും, ശുശ്രൂഷകരെയും, മിഷണറിമാരെയും, മിഷൻ പ്രവർത്തകരെയും എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആശ്രമങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനെ ഓർക്കാം. സഭയുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ അഭിവന്യ ബിഷപ്പുമാരെയും, സഭകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പട്ടക്കാരെയും, മറ്റ് ശുശ്രൂഷരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു സഭയെന്ന നിലയിൽ കർത്താവെ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ നിർവഹിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നും കർത്താവെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവെ മധ്യകാല മഹായിടവയുടെ ശുശ്രൂഷകളിൽ തുടർന്ന് ലഭിക്കുവാനിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ സഭയുടെ മഹായിടവയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിയ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റ് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയെ ദൈവസന്നിധിയിൽ ഓർക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇടവയിൽ പ്രവർത്തിച്ച എല്ലാ പട്ടക്കാരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ ദൈവികമായ ദർശനങ്ങൾക്കും ശുശ്രൂഷകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് ധാരാളമായ കൃപയിൽ തുടർന്നും നമ്മുടെ മേലൊക്കെ വ്യാപരിപ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കാം. സഭയച്ചിലെയും കൊച്ചുമേയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരിലൂടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നോട്ട്
നടന്നു പോകുവാൻ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിന് ധാരാളമായ കൃപാശുശ്രൂഷകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കാം. വിജയ് ഹോസ്പിറ്റലിലെ ദൈവസന്നിധിയിൽ ഓർക്കാം, നമ്മുടെ ഹോസ്റ്റലുകളെ ദൈവസന്നിധിയിൽ ഓർക്കാം, നമ്മുടെ സ്കൂളുകളെയും കോളേജിനെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മെ അലട്ടുന്ന അനേക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന് ധാരാളമായ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ വിനയപ്പെടുത്തിക്കൊണ്ട് ശാന്തമായി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടുംവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, കൊടുംവെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. നിങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാനും അങ്ങയുടെ മേശയുടെ ഓഹരിക്കാരായി തീരുവാനുമായിട്ടൊക്കെ അവിടെ ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടി ഇരിക്കും, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സോട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഞങ്ങളുടെ വാഗ്ദത്തം ചെയ്ത കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിച്ച അപേക്ഷകളിന്മേലൊക്കെ അവിടുന്ന് മറുപടി നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിത യാത്രയിൽ സഭയുടെ പ്രയാണത്തിൽ കർത്താവെ ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ തുടർന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൽ താങ്കളുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളെ യോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിപ്പാൻ ഞങ്ങൾ കഴിയുന്നില്ല. ഞങ്ങൾ അന്ധത മൂലം പല ആവശ്യങ്ങളും ഇതിനു മുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങൾ ബലഹീനതകളിൽ മനസ്സിലുമുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ എന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നതായ എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അപ്പോൾ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഞങ്ങളുടെ കൂടാരങ്ങളിൽ
സമാധാനത്തിൻ്റെയും നിരത്തിൻ്റെയും അടയാളമായ കയ്യസൂര്യൻ നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാവട്ടെ. ക്രിസ്തീയ ഗീതങ്ങളിൽ 219 ഗീതം നമുക്ക് പാടാം. ഗീതം 219 ഈ സമയത്ത് മുൻപോട്ട് കടന്നു വന്ന സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാവുന്നതാണ്. ഗീതം 219. നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമുമ്പാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരും. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ഒരുമിച്ച് ചേർന്ന് ചെയ്യണം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് പൊന്നുറക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതാത് സ്ഥാനങ്ങൾ നമുക്കിരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകും.
നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകും. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി നമ്മെ തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനവും സർഗാരോപണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ഈ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവരിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹാ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ
സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുന്നതിന് മുൻപായി നമ്മെ തന്നെ ദൈവം മുൻപാകെ വിനയപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്നാഴെയുള്ള പ്രാർത്ഥന ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ ബലകരണങ്ങളല്ലാതെ ഞങ്ങൾ സ്വന്തയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്റെ മേശ വീഴുന്ന അപ്പം നുറുക്ക് പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരെല്ലാം. എന്നാൽ നീ എപ്പോഴും കരയുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാവശ്യങ്ങളും ആത്മാക്കളും വിശ്വപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവൻ ഞങ്ങളിലും എപ്പോഴും വസിക്കുവാനും ഞങ്ങളുടെ മാംസം ഭക്ഷിക്കുകയും ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിക്കുന്നവരെയും ഓർത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിക്കുന്നവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്മനമേ ഭൂമിയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സംഗീതക്കാരൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ഒരു വർഷക്കാലം ദൈവമേ, അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ നിന്റെ മക്കളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. സന്തോഷങ്ങളും വേദനകളിലും രോഗങ്ങളിലും ദൈവത്തിന് അത്ഭുതകരമായ നടത്തിപ്പ് അവരുടെ കൂടെയിരുന്നു. അവരുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും ദൈവം സമൃദ്ധമാക്കിയത് ഓർത്ത് സ്തോത്രം. പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലകളെയും ദൈവം അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ പ്രതിസന്ധികൾക്കിടയിലും ഒരു വർഷം പൂർത്തീകരിക്കാൻ ദൈവം പ്രിയമക്കളെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവേ, തുടർന്നുള്ള ദിനങ്ങളേറെ സന്തോഷവും അനുഗ്രഹമായി തീരുവാൻ ദൈവം കാവൽച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സുരക്ഷിതത്വം എൻ്റെ മകളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവിൻ്റെ നല്ല വിശ്വാസ സാക്ഷികളായി ജീവിക്കാൻ അവരെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകി തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന വിശ്വാസമൂഹമായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവമേ, പരിമിതികളുടെ മധ്യത്തിലും ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് പ്രസാദകരമാകുമാറ് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ആരാധനയുടനീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധമായ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷയുടെ വിവിധങ്ങളായിട്ടുള്ള ദൗത്യതലങ്ങളിൽ ദൈവം ഞങ്ങളെ നിയോഗിച്ചിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളെ പട്ടക്കാരായ ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ടവരെ കർത്താവെ, അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള പ്രാപ്തരാക്കുന്നതോടൊപ്പം വിശ്വാസ സമൂഹം എന്നുള്ള നിലയിലും
അവർക്കാവശ്യമായ പിന്തുണയും പ്രാർത്ഥനയും ഒരു കൂട്ടായ്മയുടെ വലങ്കയും അവർക്ക് നൽകിക്കൊണ്ട് കർത്താവെ ഒരു മനസ്സോടെ ഐക്യത്തോടെ പ്രവർത്തിപ്പാൻ ജീവിപ്പാനും മുന്നേറുവാനും ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ അങ്ങയുടെ കൃപയായി ഞങ്ങളെ നടത്തണം. എന്നൊരാഴ്ചക്കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനം തിരുസാന്നിധ്യം കൂടിയിരിക്കണം. രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭീതികളോ കൂടാതെ കർത്താവെ ഞങ്ങളെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിരീക്ഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് കർത്താതെ ദുഷ്ടം വിടിയിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും വേഗത്തിലുള്ളതാകുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും കൂടെ നിരന്തരം നിങ്ങളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാവട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരോടും ഉള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാഗമാകുന്ന എവരോടുമുള്ള സഭയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ടീസായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് പ്രത്യേകമായിട്ട് ആചരിച്ചു. സഭയുടെ ഒരു സ്തോത്രാർപ്പണമായി ആ ദിനം മാറിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് 185 വർഷം പിന്നിട്ട് വിശ്വാസ പ്രയാണം തുടരുന്ന ഈ സഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം നൽകിയ അവസരത്തെ അഭിമാനപൂർവ്വം ഓർക്കുവാനും നന്ദിയുള്ളവരാകുവാനും നമുക്കിടയായി തീർന്നുവല്ലോ. അന്നേ ദിവസം നമ്മുടെ സ്തോത്രാർപ്പണമായിട്ട് സമർപ്പിക്കുവാനുള്ള കവറുകൾ എല്ലാവരുടെയും ഭവനങ്ങളിൽ എത്തിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നു, പ്രസ്താവിച്ചിരുന്നത് പോലെ ഈ പ്രതിഷ്ഠാ ദിനത്തിലെ കവറുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നാം മിഷണറി സന്ധിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വർഷം 7 മിഷണറിമാരെ നാം സന്ധിക്കുന്നുണ്ട്. ആ 7 മിഷണറിമാർക്ക് അവരുടെ എല്ലാ മാസത്തെയും ശമ്പളം ഉൾപ്പെടെ ആണ് സന്ധിപ്പ് എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു വർഷം നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഈ ദിനത്തിലെ കവർ കളക്ഷനോട് മാത്രം ലഭിക്കുന്ന ഒരു വരുമാനമായതുകൊണ്ട് സഭയുടെ അംഗങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. കഴിഞ്ഞ ആഴ്ച കുറച്ച് കവറുകൾ ലഭിച്ചു, ഇനിയും ഏറെ കവറുകൾ ലഭിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് സഭാജനങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ അതിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ എങ്കിലും കുറഞ്ഞത് വരുമാനം അതിനുള്ളിൽ സമർപ്പിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ദശാംശത്തിന് നല്ലൊരു പങ്ക് അതിനുള്ളിൽ സമർപ്പിച്ചതൊരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു പിന്തുണയ്ക്കുന്ന ഒരു ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ഇത് സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഇന്ന് മഹായെടുപ്പ് ദിനമായിട്ട് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ നാളിൽ ജൂലൈ മാസം 25-ാം തീയതി ആണല്ലോ നാം പതിവായിട്ട് മഹായുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ മഹായിടയുടെ ഭാഗമായി ഞാൻ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇതൊരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു മഹായിടവകയായതുകൊണ്ട് ആ ഒരു ദൗത്യ നിർവഹണ ബോധം നമ്മുടെ ജീവിതത്തെ ഉടനീളം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളെ അപ്രകാരം ക്രമീകരിക്കാൻ ഇടയായിത്തീരണം. മഹായിടവകയുടെ അംഗങ്ങളാകുന്ന നമുക്ക് അഭിമാനപൂർവ്വം ഈ മഹായിടവയുടെ പ്രവർത്തനങ്ങളിൽ ഓർക്കുവാനും ഭാഗമായി തീരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഒപ്പം ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെ യുവജന പ്രസ്ഥാനം ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ഫോൺ ചാലഞ്ച് നടത്തുന്നുണ്ടായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ എല്ലാ സഭാജനങ്ങൾക്കും നൽകിയിരുന്നതാണല്ലോ. നമ്മളുടെ യുവജനങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ സഭാജനങ്ങളും അവരും നല്ല ഒരു പങ്കാളിത്തം നൽകിക്കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 51,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു തുക അവർക്ക് ശേഖരിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ച് ഏതാണ്ട് 10ഓളം ഫോണുകളെങ്കിലും നിർധനരായിട്ടുള്ള
ഫോണിൻ്റെ സൗകര്യങ്ങളില്ലാത്ത പഠിക്കുവാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 10 പേരെയെങ്കിലും സഹായിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഇനിയും ആരെങ്കിലും ഇതിൽ പങ്കുചേരുവാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെയോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരെയോ ബന്ധപ്പെടണം എന്ന് അറിയിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ ക്യാമ്പസിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ പള്ളം ഇടവകയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർദ്ധനരായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താമെന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ചിൽ ഇത്രത്തോളം വിജയകരമാക്കിയ യുവജനങ്ങളെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നും ദൈവത്തിൻ്റെ കൃപയിൽ ജീവിപ്പാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന പങ്കുചേർന്ന് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.